കണ്ടോ, എന്റെ പുറകിലുള്ള ഈ ഒരു ഗാരേജാണ് ഇന്നത്തെ ട്രെൻഡിങ്. കാരണം അത്രയ്ക്കും വിന്റേജ് കാറുകൾ മാത്രം സ്നേഹിക്കണ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യണ ആ ആൾക്കാരില്ല, അവരാണ് ഈ കടയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അവർ അതേപോലെ കെയർ ചെയ്തിട്ടാണ് അവർ ഓരോ വണ്ടികളും മെയിൻറ്റെയിൻ ചെയ്യണതും കൊണ്ടുനടക്കണതും. റിയലി ഹാപ്പി. ഈ കാണുന്ന ഈ ഒരു ഗ്യാരേജ് ആണ് നമ്മുടെ ട്രെൻഡിങ് ഗ്യാരേജ് എന്ന് വേണമെങ്കിൽ പറയാം. വിന്റേജ് കാറുകളുടെ ഒരു കളക്ഷൻ. ഈ കിടക്കുന്നതാണ് മെൻസിന്റെ W108 മോഡല്. അത് 1965. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വണ്ടികളുടെ വെറൈറ്റി ഉണ്ട്. നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ ജെയിംസ് ബോണ്ട് പടങ്ങളിലും ഒരുപാട് പടങ്ങളിലും നമ്മൾ ഇങ്ങനത്തെ കാറുകൾ കണ്ടിട്ടുള്ളൂ. അതും ഈ ഒരു 2026 ആ ഒരു പഴയ ലുക്കിൽ തന്നെ അതേപോലെ പുത്തൻ വണ്ടിയുടെ ഫീൽഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാരേജ് എന്ന് പറയുന്നത് അത്രയ്ക്കും പ്രഷ്യസ് ആണ് നമുക്ക്. സോ ഞാനിപ്പോൾ ഒരു മൂവി ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ടത്തെ ഒരു സിനിമയിൽ ഈ വണ്ടിയുടെ ഒരു ഡ്യൂറബിലിറ്റി അതല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് കാണിക്കണ ഒരു മൂവിയായത്. ഒരുപാട് ഗ്യാസ് സിലിണ്ടറിനെ കൊണ്ട് ഇടിച്ചു പോയി, അത് കഴിഞ്ഞ് റെയിലിൽ കൂടെ വണ്ടി കൊണ്ടുപോയി, എന്നിട്ട് ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വന്ന് ഇടിച്ചിട്ടും അത് വെള്ളത്തിൽ പോയി, എന്നിട്ടും ആ വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. അതാണ് അതിൻ്റെ ക്വാളിറ്റി. ഈ നേരെ കാണുന്ന ഈ ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പട്ടക്കുതിര. ബ്ലാക്ക് ജാഗ്വർ മാർക്ക് 2 സെഡൻ 1965 മോഡൽ. അതിൻ്റെ ഉള്ളിലെ ഓരോ എഞ്ചിനായാലും അതിൻ്റെ ഉള്ളിൽ ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഒരു സ്ക്രാച്ചോ ഒരു ഡാമേജോ ഒന്നുമില്ലാതെ അതേപോലെ. അതും ഈ 2026 ഓൾമോസ്റ്റ് ഒരു 30-40 പതിറ്റാണ്ട് മുന്നത്തെ വണ്ടി ഇപ്പോഴും ഈ ഒരു കോലത്തിൽ. ഞാൻ നിങ്ങൾക്കൊരു മൂവി ക്ലിപ്പ് ഇപ്പോൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഏതാണെന്നുള്ളത് ക്ലിയർ ആവും. ഇത് പണ്ടത്തെ ഒരു മൂവിയിലുള്ള ഒരു വണ്ടിയാണ്. ഇത് മെയിൻലി ആൾക്കാർ റേസിന് അതല്ലെങ്കിൽ പോലീസ് ചേസ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. കാരണം അന്നത്തെ കാലത്ത് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു പെർഫോമൻസും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും എക്സ്ട്രീം ലെവലായിരുന്നു. നല്ലൊരു ആക്സിഡന്റ് ഉണ്ടായാൽ തന്നെ ഇപ്പോഴത്തെ വണ്ടികളെ പോലെ പപ്പടാവില്ല. അത് സേഫായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ഉള്ളിൽ ആൾക്കാർക്കോ അതല്ലെങ്കിൽ ആ വണ്ടിയുടെ വേറെ പാർട്സുകൾക്കോ കുഴപ്പമില്ലാതെ അതേപോലെ അത്ര സേഫായിട്ടുണ്ടാവണം ഒരു വണ്ടിയാണ്. ഇപ്പോഴത്തെ വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പണ്ടത്തെ വണ്ടി ഗ്രേറ്റ്. സോ ഇനി ഈ കാണുന്ന ഈ ഒരു വണ്ടി ഉണ്ടല്ല, അത് നമ്മളെല്ലാവരും ഞെട്ടിക്കും. ഇത് ഏതാ വണ്ടി എന്നുള്ളത്? റോൾസ് റോയ്സിന്റെ സീരീസാണ്. ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ് സിൽവർ ഷാഡോ 1966 മോഡൽ വണ്ടി. ഇതുമ്മ ഓൾറെഡി അവർ ഗ്ലാസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുമൊന്നും തൊടാനോ പിടിക്കാനോ അതിനകത്ത് കയറാനോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിലെ ഓരോ പാർട്സും അത്രയ്ക്ക് നീറ്റായിട്ടാണ് അവർ കെയർ ചെയ്യണത്, കൊണ്ടുനടക്കണത്. ഇതിൻ്റെ പല പല പാർട്സുകൾ പല പല കൺട്രിയിൽ നിന്നും ഇവരെ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ഈ വണ്ടിയിൽ ഈ സാധനം മാച്ചാക്കി കൊണ്ടുപോകുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണും അതിൻ്റെ പെയിന്റ് പോലും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മൈനർ സ്ക്രാച്ചോ ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ക്രാച്ചോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത്രയ്ക്കും കെയർ ചെയ്ത പണ്ടത്തെ ഏതോ ആൾക്കാരുടെ വണ്ടിയാണ് ഈ കാണുന്നത്. ഇപ്പം ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ടത്തെ മെയിൻ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ എന്ന് മാത്രമല്ല 2026 രാജാവാണ് നമ്മുടെ ഈ റോൾസ് റോയ്സ്. ഇത് അന്നും ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, ഇന്നൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഈ കാണുന്ന ഈ 2 പേരാണ് ഈ ഒരു വിന്റേജ് കാറുകളുടെ മെക്കാനിക്കും ഓണറും എല്ലാം. ഇവർ ഓരോ സാധനങ്ങളും വണ്ടിയിൽ ഫിക്സ് ചെയ്യണത്. ഇപ്പം ഈ കാണുന്ന 1956 മോഡൽ ഫോർഡിൻ്റെ തണ്ടർബേർഡ് നമ്മുടെ സിഹേഡി മൂസയിലേക്കുള്ള വണ്ടിയുടെ തന്നെ വേറൊരു വേരിയന്റ് സാധനം. ഇവർ അത്രത്തോളം കെയർ ചെയ്തിട്ട് ഇവർ ഇതിനകത്ത് ഓരോ സാധനങ്ങളും ഫിക്സ് ചെയ്യുക. അവരെ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് എൻജിനിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങൾ ഇരിക്കുക, എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യുക എന്നുള്ളത് അവർ നോക്കി റെഫർ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് പണിയുള്ളൂ. കാരണം അവർ അത്രയ്ക്കും പ്രൊഫഷണലാണെന്നുള്ളത് നമ്മൾ വിത്ത് പ്രൂവ് ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കരകുര അവർ തോന്നിയ പോലെ അവിടെ ഇവിടേക്കും വെക്കും, കുറേ നെറ്റൊക്കെ എടുത്ത് കളയും. ബട്ട് ഇവർ ചെയ്യണത് ഓരോ സാധനം ഓരോ പോലെ. കാരണം ഇതൊക്കെ ഈ വണ്ടികളുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് മേ ബി ടോപ്പിൽ നിൽക്കുന്ന അറബീസ് ആയിരിക്കും. അത്ര വിൻറ്റേജ് കാറുകളെ സ്നേഹിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഇത് മൊത്തം പോയി കഴിഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് അവർ ഓരോ കാര്യങ്ങളും അത്രയ്ക്കും ശ്രദ്ധയോടെ മാത്രം അവർ ചെയ്യുള്ളൂ. അവർ ഈവൺ ഒരു സ്പാനർ എടുക്കുമ്പോഴായാലും ഒരു നട്ട് ടൈറ്റ് ചെയ്യുമ്പോഴായാലും ഓരോ നട്ട് അതിനകത്ത് ഫിക്സ് ചെയ്യുമ്പോഴായാലും അത്രത്തോളം. അതിൻ്റെ എൻജിൻ റൂം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം
നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇങ്ങനത്തെയൊക്കെ വണ്ടികൾ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടു കിട്ടാനും ഇതേപോലത്തെ ഒരു വണ്ടി നമുക്ക് കിട്ടാമെന്ന് പറയുന്നത് വളരെ റയറാണ്. നമ്മൾ എത്ര നോക്കിയാലും കിട്ടില്ല. 2026 തന്നെ നമ്മൾ ഈ സീരീസിലെ വണ്ടി നോക്കിയിട്ട് പോലും കിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് പഴയ വണ്ടി എന്ന് പറയുന്നത് ഗ്രേറ്റ്. ഈ ഒരു വണ്ടി പണ്ടത്തെ ഒരു മൂവി ക്ലിപ്പിൽ നിന്നുള്ള ഒരു പാർട്സ് ആണ് ഈ കാണുന്നത്. പണ്ടത്തെ ആൾക്കാർ ഈ വണ്ടി കൊണ്ടു നടന്നുകൊണ്ടിരുന്നതും ഇതിൻ്റെ പഴയ ആ ഇറങ്ങിയ സമയത്തുള്ള ആ ഒരു ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അന്നത്തെ കാലത്തെ പടക്കുതിര എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കില്ലർ വണ്ടിയാണ്. ഇതൊരു ബേർഡ് ഡിസൈനോ, അത് കാണാൻ തന്നെ അത്രയ്ക്കും സ്റ്റൈലിഷ് ലുക്കും. പിന്നെ നമ്മൾ അടുത്തത് കാണാൻ പോണത് ഈ ഒരു വണ്ടി, ബെൻസിന്റെ വണ്ടി. ഇത് നമ്മൾ ഒട്ടുമിക്ക സിനിമകളിലും പോലീസുകാരെ കാറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ അക്കരെ അക്കരെ മൂവിയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. 1971 മോഡൽ മെഴ്സിഡസ് ബെൻസിന്റെ R107 കൺവേർട്ടബിൾ മോഡലുണ്ട്, കൺവേർട്ടബിൾ അല്ലാത്ത മോഡലുണ്ട്. ഞാനൊരു പഴയ ഒരു മൂവി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. ഇത് മോസ്റ്റ്ലി കള്ളന്മാര്, അതല്ലെങ്കിൽ അവിടുത്തെ മെയിൻ പോലീസ്, CIDs അമേരിക്കയിലെ അവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മോഡലാണ്. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സീരീസിൽ 250, 350, 450 LC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെഴ്സിഡസ് ബെൻസിൻ്റെ സീരീസും അവർ ഇറക്കിയിട്ടുണ്ട്. കാരണം ഇത് അമേരിക്കയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു ഒരു കാലത്ത്. സോ 1971 ആ ഒരു കാലഘട്ടത്തൊക്കെ ഇത് അമേരിക്കയുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2 ടൈപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഒന്ന് കൺവേർട്ടബിളും ഉണ്ട്, ഒന്ന് നോൺ കൺവേർട്ടബിളും ഉണ്ട്. കൺവേർട്ടബിൾ മീൻസ് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ സെയിം ഫീച്ചർ പോലെ തന്നെ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കവേർഡ് ടൈപ്പ്. അടുത്തത് നിങ്ങൾ കാണാൻ പോണ സാധനം എന്ന് പറയുന്നത് വളരെ 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 റെയറായിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഐറ്റം. 1953 മോഡല് ലിങ്കോളിൻ്റെ ക്യാപ്രി എന്ന് പറയുന്ന ഒരു മോഡലാണ്. എൻ്റെ മോനെ, ഈ വണ്ടി ഞാൻ കണ്ടിട്ട് എൻ്റെ ബോധം തന്നെ പോയി. ഈ വണ്ടിയുടെ ഒരു റെയർ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തതാണ് നമ്മൾ കാണാൻ പോണ പണ്ടത്തെ ഒരു റെയർ കാറും. ഇത് ഏതാണെന്നുള്ളത് എനിക്കും മനസ്സിലായി കുറച്ച് കഴിഞ്ഞാണ്. 1990 മോഡല് പ്ലൈമൗത്ത് പൗളർ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഇത് മോസ്റ്റ്ലി റേസിങ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് അത്രയ്ക്കും അതിൻ്റെ സ്പോർട്ടി ലുക്ക്, സ്റ്റൈലിഷ് ലുക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും ഈ വണ്ടി എന്തായിരുന്നു, ഈ വണ്ടി എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ റേസിംഗ് കാറുകളെക്കാളും പട്ടക്കുതിരയായിരുന്നു അന്നത്തെ ഈ ഒരു കാറ്. ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് അവരിറക്കിയൊരു വീഡിയോ. ഇതിനകത്ത് ആ വണ്ടിയുടെ ഫുൾ ഡിസൈൻ കാര്യങ്ങൾ എല്ലാനും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കാരണം ഇപ്പം അവരുടെ സൈഡിൽ നമുക്ക് ആ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നില്ല. കാരണം അത് മെയിൻ്റെനൻസിന് വന്നേക്കുന്ന വണ്ടിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഓൾഡ് ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു സാധനം. എൻ്റെ മോനെ, എൻ്റെ കിളി പോയി. ഈ വണ്ടി ഞാൻ കണ്ടിട്ട് തന്നെ. ഇതാണ് 1991 മോഡൽ കാഡിലാക്കിൻ്റെ ബ്രോഗാൻ ഡി എലഗൻസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്
റോൾസ് റോയ്സ് വരെ മാറി നിൽക്കണ ലുക്കായിരുന്നു ആ വണ്ടിക്ക് അന്നത്തെ കാലത്ത്. പിന്നെ ഈ കിടക്കണ വണ്ടി ഇത് ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 1985 ഇറക്കിയ കാഡിലാക്കിന്റെ എൽഡൊറാഡോ. KGF പറഞ്ഞ എൽഡൊറാഡോ അത് എന്താണെന്നുള്ളതാണ് ഈ കാണുന്നത്. ഇതാണ് കാഡിലാക്കിന്റെ എൽഡൊറാഡോ. പട്ടക്കുതിര സാധനം. ഓ എൻ്റെ മോനെ. പിന്നെ ഈ കാണുന്നത് 1985 1970 ഇറങ്ങിയ കാഡിലാക്കിന്റെ എൽഡൊറാഡോ. ഈ കിടക്കണ വണ്ടി എന്ന് പറയുന്നത് 1970 മോഡല് കാഡിലാക്കിന്റെ എൽഡൊറാഡോന്റെ വേറൊരു മോഡല്. നല്ല ബ്ലാക്ക് സാധനം, അതും ബാക്ക് കൺവേർട്ടബിൾ സാധനം. ഇന്നത്തെ കാലത്തെ കൺവേർട്ടബിൾ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ കാലത്തെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. അതും 1970. അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ വണ്ടി എത്രത്തോളം നീറ്റായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണെന്നും എത്രത്തോളം നല്ല വണ്ടിയാണെന്നുള്ളതും നമുക്ക് ഏകദേശം ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഇതിനകത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ടത്തെ ഈ വണ്ടിയുടെ ആ ഒരു പവർ. കാരണം ഇപ്പോഴത്തെ വണ്ടികളുടെ 1000 cc 2000 cc 3000 cc ഇതൊന്നും അന്നല്ല. അന്നത്തെ കാലത്ത് ഈ ചെറിയൊരു വണ്ടിയുടെ പവറാണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നത്. അത് അന്നത്തെ കാലത്ത് അമേരിക്കയിലും എല്ലായിടത്തും വിലസി നടന്നൊരു രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വണ്ടീനെ. ഇനി കാണാൻ പോണ ഈ ഒരു വണ്ടിയിലെ ഇതെന്ന് പറയണത് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ട് നല്ല പരിചയമുള്ള ഒരു വണ്ടിയായിരിക്കും. പണ്ടത്തെ അംബാസിഡർ കുറച്ചും കൂടി മറ്റേ ബൾക്കായ ഒരു തവള പോലെ വീർത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമോ അതേപോലെ ഇരിക്കണ വണ്ടി. ഇതെന്ന് പറയണത് ഇത് 1948 മോഡല് സിൽവർ സ്ട്രീക്ക് എന്ന് പറയുന്നത് ഈ വണ്ടീന്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ മക്കളെ, നിങ്ങൾ പ്രതീക്ഷിക്കണതിൻ്റെ അപ്പുറത്തെ ക്വാളിറ്റിയാണ്. ഇത് അന്നത്തെ കാലത്ത് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണത്. ഈ സാധനം ഇപ്പോൾ കൊടുത്താലും നമ്മളിപ്പോൾ ഒരു ലംബോർഗിനി വാങ്ങുന്ന കാശിന് വാങ്ങാൻ വരെ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും ഇവിടെ അവൈലബിൾ. അത്രയ്ക്കും കിഡു എന്ന് പറഞ്ഞിട്ടില്ല, കിഡു ഐറ്റം.